ബാക്ക് ടു മൈ ചാനൽ. ഇത് മുമ്പൊരിക്കലും ഞങ്ങൾ മൂന്നാർ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ച് പഴയതാണ്, 2022. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാർ പോകുന്ന വഴി ഇതേ എല്ലാവരും കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണുന്ന ഈ ഒരു ചിയപ്പറ ഫോൾസിൽ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും ഞങ്ങളിതൊക്കെ ഇറങ്ങി കണ്ടു. എന്നിട്ട് നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോട്ടലിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ പോകുന്ന വഴിക്ക് ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീൻ്റെ സ്ഥലം കണ്ടു, അവിടെ നിർത്തി. അപ്പം അവിടെ ഞങ്ങളെല്ലാവരും സിപ്പ് ലൈൻ ട്രൈ ചെയ്തു. നല്ല അടിപൊളി സിപ്പ് ലൈൻ ആയിരുന്നു കേട്ടോ. ഇത് എവിടെയാണെന്ന് എനിക്ക് കൃത്യം സ്ഥലമൊന്നും ഓർമ്മയില്ല. പോകുന്ന വഴിയിൽ കണ്ടു, കയറി, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ലതായിരുന്നു. ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ എത്താനാവുമ്പോഴുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഇറങ്ങി ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് പോയി അന്ന് അവിടെ സ്റ്റേ ചെയ്തു. സെക്കൻഡ് ഡേ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു തേയിലത്തോട്ടത്തിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നേരെ പോയത് ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. ഇത് കുറച്ച് ട്രക്കിംഗ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ ജീപ്പിൽ വരുന്നതുകൊണ്ട് അല്ലാതെ സ്വന്തം വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ സ്വന്തം വണ്ടി തന്നെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നിറയെ മൂടൽമഞ്ഞും താഴ്ഭാഗം നമുക്ക് തേനി സൈഡും കാണാം. തമിഴ്നാട്ടിലെ തേനി സൈഡാണ് ഈ കാണുന്നത്. ഈ ഒരു മലയിൽ നിറയെ വിൻഡ് മിൽസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതേ കണ്ടു വിൻഡ് മിൽസ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല മൂടൽമഞ്ഞ് കാണാം. ഭയങ്കര നല്ല കാറ്റുള്ളൊരു മല. നമ്മൾ പാറി പോകുന്ന അത്രയും കാറ്റുണ്ട് ഇവിടെ. തേർഡ് ഡേ ഞങ്ങൾ പൊന്മുടി ഡാമിലാണ് പോയത്. ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്തു. അത് അടിപൊളിയായിരുന്നു. പൊന്മുടി ഡാമിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി പാർക്ക് ഉണ്ട്. കുട്ടികൾക്കൊക്കെ പല ആക്ടിവിറ്റീസും ചെയ്യാനുള്ള. പിന്നെ അവിടെ ഒരു സ്വിങ് ഉണ്ട്, വലിയ ആൾക്കാർക്കൊക്കെ ആടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിച്ചു പോയി. തേർഡ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.